മുതൽ റീസെല്ലിംഗ് കാഴ്സിനും നിങ്ങൾ GST കൊടുക്കേണ്ടി വരും. എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ ബ്രാൻഡ് ന്യൂ കാഴ്സിന് മാത്രമല്ല റീസെല്ലിംഗ് കാഴ്സിനും GST പേ ചെയ്യേണ്ടി വരുമെന്നാണ് 2025 ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിയർ ഈസ് ദ ട്രൂത്ത്. നിങ്ങളുടെ പേഴ്സണൽ കാർ വിൽക്കുമ്പോൾ GST ബാധകമല്ല. GST ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു കാർ ഡീലേഴ്സ്. സർപ്രൈസിംഗ് റൈറ്റ്? ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഡീലേഴ്സിന്റെ GST അവർ നടത്തുന്ന പ്രോഫിറ്റ് മാർജിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ കാറിന്റെ ടോട്ടൽ വാല്യൂ ബേസ് ചെയ്തിട്ടല്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഒരു ഡീലർ 5 ലക്ഷം രൂപക്ക് ഒരു കാർ വാങ്ങി അത് 6 ലക്ഷം രൂപക്ക് വിറ്റാൽ അവിടുത്തെ GST എന്ന് പറയുന്നത് 1 lakh പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, നോട്ട് ഓൺ 6 lakh. ഇറ്റ് മീൻസ് GST വെറും 18,000 rupees ആണ്. നൗ ഹിയർ ഈസ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്. ഡീലേഴ്സ് അവരുടെ കാറ് 12 ലക്ഷം രൂപക്ക് വാങ്ങി അത് 9 ലക്ഷം രൂപക്ക് വിറ്റാൽ ദർ ഈസ് നോ GST അറ്റ് ഓൾ. വൈ? ബിക്കോസ് GST പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവിടെ GSTയും ഇല്ല. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ദ ടേക്ക് അവേ ഇസ് സിമ്പിൾ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാർ വിൽക്കുമ്പോൾ അവിടെ GST നിങ്ങളുടെ കൺസേൺ അല്ല. ഇത് പൂർണ്ണമായും ഡീലർ ഇടപാടുകളെ കുറിച്ചാണ്. സോ ദ നെക്സ്റ്റ് ടൈം നിങ്ങൾ കാർ വിൽക്കുമ്പോൾ GST കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾ പ്രോപ്പറായ ബയറെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ഓൺ ബിലോ.